കർത്താവിനു കൃതജ്ഞതയർപ്പിക്കുവിൻ. അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യമെന്നേക്കും നിലനിൽക്കുന്നു. 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 അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് ഇസ്രായേൽ പറയട്ടെ. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് അഹരോന്റെ ഭവനം പറയട്ടെ. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് കർത്താവിന്റെ ഭക്തന്മാർ പറയട്ടെ. ദുരിതങ്ങളിൽ അകപ്പെട്ടപ്പോൾ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. എന്റെ പ്രാർത്ഥന കേട്ട് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. കർത്താവിനു കൃതജ്ഞതയർപ്പിക്കുവിൻ. അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യമെന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിനു കൃതജ്ഞതയർപ്പിക്കുവിൻ. അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യമെന്നേക്കും നിലനിൽക്കുന്നു. കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്. ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? എന്നെ സഹായിക്കാൻ കർത്താവ് എന്റെ പക്ഷത്തുണ്ട്. ഞാൻ എൻ്റെ ശത്രുക്കളുടെ പതനം കാണും. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. ജനതകളെന്നെ വലയം ചെയ്തു. കർത്താവിന്റെ നാമത്തിൽ ഞാൻ അവരെ നശിപ്പിച്ചു. അവരെന്നെ വലയം ചെയ്തു. എല്ലാ വശത്തും നിന്ന് അവരെന്നെ വളഞ്ഞു. കർത്താവിൻ്റെ നാമത്തിൽ ഞാനവരെ ഛേദിച്ചു. തേനീച്ച പോലെ അവരെന്നെ പൊതിഞ്ഞു. പടർപ്പിനു പിടിച്ചതി പോലെ അവർ അളിക്കൊത്തി. കർത്താവിൻ്റെ നാമത്തിൽ ഞാനവരെ ഛേദിച്ചു. അവർ തള്ളിക്കയറി ഞാൻ വീഴുമായിരുന്നു. എന്നാൽ കർത്താവിൻ്റെ സഹായത്തിനെത്തി. കർത്താവിന്റെ ബലവും എന്റെ ദാനവുമാണ്. അവിടുന്ന് എനിക്കു രക്ഷ നൽകി.
കൂടാരത്തിൽ ജയഘോഷമുയരുന്നു. കർത്താവിൻ്റെ വലത്തു കൈ കരുത്തു പ്രകടമാക്കി. കർത്താവിൻ്റെ വലത്തു കൈ മഹത്വമാർജിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ വലത്തു കൈ കരുത്തു പ്രകടമാക്കി. ഞാൻ മരിക്കുകയില്ല, ജീവിക്കും. ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കും. കർത്താവെന്നെ കഠിനമായി ശിക്ഷിച്ചു, എന്നാൽ അവിടുന്ന് എന്നെ മരണത്തിനേൽപ്പിച്ചില്ല. നീതിയോടെ കവാടങ്ങൾ എനിക്ക് തുറന്നു തരിക. അവയിലൂടെ പ്രവേശിച്ച് കർത്താവിനു നന്ദി പറയും. ചെറുപടം. നീതിയോടെ കവാടങ്ങൾ എനിക്ക് തുറന്നു തരിക. അവയിലൂടെ പ്രവേശിച്ച് കർത്താവിനു നന്ദി പറയട്ടെ. ഇതാണ് കർത്താവിൻ്റെ കവാടം, നീതിമാന്മാർ ഇതിലൂടെ പ്രവേശിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉത്തരമരുളി, അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെ രക്ഷിച്ചു. ഞാൻ അവിടുത്തേക്ക് നന്ദി പറയും. പണിക്കാറുപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ഇതു കർത്താവിന്റെ പ്രവൃത്തിയാണിത് നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയാവഹമായിരിക്കുന്നു. കർത്താവൊരുക്കിയ ദിവസമാണെന്ന് സന്തോഷിച്ചുല്ലസിക്കാം. കർത്താവേ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, ഞങ്ങൾക്ക് വിജയം നൽകണമേ. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഞങ്ങൾ കർത്താവിന്റെ ആലയത്തിൽ നിന്ന് നിങ്ങളെ ആശീർവദിക്കും. കർത്താവാണു ദൈവം, അവിടുന്നാണ് നമുക്ക് പ്രകാശം നൽകിയത്. മരച്ചില്ലകളേന്തി പ്രദക്ഷിണം തുടങ്ങും, ബലിപീഠത്തിങ്കലേക്കു നീങ്ങും. അങ്ങാണ് എൻ്റെ ദൈവം, ഞാൻ അങ്ങേക്കു കൃതജ്ഞതയർപ്പിക്കും. അവിടുന്നാണ് എൻ്റെ ദൈവം, ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തും. കർത്താവിനു കൃതജ്ഞതയർപ്പിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യമെന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിനു കൃതജ്ഞതയർപ്പിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യമെന്നേക്കും നിലനിൽക്കുന്നു. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് ഇസ്രായേൽ പറയട്ടെ. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് അഹരോന്റെ ഭവനം പറയട്ടെ. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് കർത്താവിന്റെ ഭക്തന്മാർ പറയട്ടെ. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് അവിടുത്തെ കാരുണ്യം ആണെന്ന് അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് കർത്താവിനു കൃതജ്ഞതയർപ്പിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം എന്നേക്കും
പ്രവൃത്തികൾ പ്രഘോഷിക്കും. കർത്താവിനെ കഠിനമായി ശിക്ഷിച്ചു, എന്നാൽ അവിടുന്ന് എന്നെ മരണത്തിലേൽപ്പിച്ചില്ല. നീതിയുടെ കവാടങ്ങൾ എനിക്ക് തുറന്നു തരിക, അവയിലൂടെ പ്രവേശിച്ച് കർത്താവിനു നന്ദി പറയട്ടെ. നീതിയുടെ കവാടങ്ങൾ എനിക്ക് തുറന്നു തരിക, അവയിലൂടെ പ്രവേശിച്ച് കർത്താവിനു നന്ദി പറയട്ടെ. ഇതാണ് കർത്താവിൻ്റെ കവാടം, നീതിമാന്മാർ ഇതിലൂടെ പ്രവേശിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉത്തരമരുളി, അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെ രക്ഷിച്ചു. അവിടുത്തേക്കു നന്ദി പറയും. പണിക്കാറുപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ഇത് കർത്താവിന്റെ പ്രവൃത്തിയാണിത്, നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയാവഹമായിരിക്കുന്നു. കർത്താവൊരുക്കിയ ദിവസമാണെന്ന് സന്തോഷിച്ചുല്ലസിക്കാം. നീതിയുടെ കവാടങ്ങൾ എനിക്ക് തുറന്നു തരിക, അവയിലൂടെ പ്രവേശിച്ച് കർത്താവിനു നന്ദി പറയട്ടെ. Praise the Lord. Hallelujah. बोलो प्रभु यीशु कृष्ण की, हमारे मुक्तिदाता की, राज राजेश्वर की. बैठिए. ഇനി അല്പസമയം ഈ ധ്യാനത്തിൻ്റെ അവസാനത്തെ ചാൻസാണ് നമുക്ക് കർത്താവിന് നന്ദി പറയാനും ഈ ധ്യാനത്തിലെ നമുക്ക് കിട്ടിയ ഉൾക്കാഴ്ചകൾ എന്താണ് ഒന്ന് ഹൃദയത്തിൽ കർത്താവുമായിട്ട് ആലോചിക്കുക, ചിന്തിക്കുക. എന്താണ് നമുക്ക് ഈ ദിവസങ്ങളിൽ കിട്ടിയ ഏറ്റവും നല്ല ഉൾക്കാഴ്ചകൾ? പ്രത്യേകിച്ച് ഇന്നലെ വൈകുന്നേരത്തെ ക്ലാസ്സിലും ഇന്ന് രാവിലത്തെ ക്ലാസ്സിലും ദൈവനീതി, ഉത്ഭവഭാവം, ഇതിലെല്ലാം എന്ത് ഉൾക്കാഴ്ചയാണ് നമുക്ക് കിട്ടിയത്? അതുകൂടാതെ ഈ 5 ദിവസം കൊണ്ട് നമ്മളിന്ന് മടങ്ങിപ്പോകുമ്പോൾ എന്താണ് നമ്മൾ കൊണ്ടുപോകുന്നത്? എന്ത് തീരുമാനങ്ങളാണ് നമ്മൾ എടുക്കുന്നത്? ഈ ഉൾക്കാഴ്ചകൾ ആദ്യം അടുത്തിരിക്കുന്ന നിങ്ങളുടെ അല്ലെങ്കിൽ ലവ് യുവർ നൈബർ, നിങ്ങളുടെ അയൽക്കാരനുമായിട്ട് പങ്കുവയ്ക്കുക. സ്റ്റാർട്ട്.
യെസ്, ഇനി വേഗം ഓടി വരാം. ഒരുപാട് നേരം ആരും എടുക്കരുത്. പഴയ കാര്യങ്ങളൊന്നും പറയരുത്. ഈ ധ്യാനത്തിൽ കാര്യം മാത്രമേ പറയാവൂ. ഒരു മുഖപുരയും വയ്ക്കരുത്. ഞാനിങ്ങനെ ആ ധ്യാനം കൂടി അന്ന് അങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഇതൊന്നും പറയരുത്. സമയം പോകും. മാത്രമല്ല നിങ്ങളോട് മറ്റുള്ളവർക്ക് വിരോധം ഉണ്ടാകാൻ സാധ്യതയുണ്ടാവും. അതുകൊണ്ട് ഒന്നും പറയരുത്. ഈ ധ്യാനത്തിൻ്റെ കാര്യം മാത്രം പറയുക. പ്ലീസ് കം.